ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് കവർ എഡിറ്റിംഗ് ആണ്. അപ്പോൾ അതിനായി നമ്മൾ ഫസ്റ്റ് ഫോട്ടോ റൂം എന്നുള്ള ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് ഏത് ഫോട്ടോ ആണോ ആവശ്യം അത് സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. ഇനി ആ ഫോട്ടോ എടുത്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട്സ് എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്തിട്ട് ആ ഫോട്ടോ സേവ് ചെയ്യാം. അപ്പോൾ അത് ഗാലറിയിലേക്ക് സേവായി കിട്ടുന്നതാണ്. നെക്സ്റ്റ് ക്യാൻവ എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. സെർച്ചിൽ കസ്റ്റം സൈസിൽ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ 10x10 സെൻറ്റിമീറ്റർ എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യുന്നത് ഗൂഗിളിൽ പോയിട്ട് ഫ്രീ ബാക്ക്ഗ്രൗണ്ട് ഇറേസറിൽ പോയിട്ടും ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് 10x10 സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു സൈസിൻ്റെ ടെംപ്ലേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ താഴെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ അപ്ലോഡ്സിൽ പോയിട്ട് അപ്ലോഡ് ഫയൽസിൽ ഫോട്ടോ ലൈബ്രറിയിൽ നമുക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇനി ആ ഫോട്ടോ ഈ ടെംപ്ലേറ്റിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് വെക്കുക. ഇനി നെക്സ്റ്റ് എലമെൻസിൽ പിങ്ക് കളർ സ്പ്ലാഷ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് പിങ്ക് കളർ സ്പ്ലാഷ് എഫക്ട്സ് വരുന്നതായിരിക്കും. അതിൽ നമുക്ക് ഏത് സ്പ്ലാഷ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ അതിലൊന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് അത് ആ ഫോട്ടോൻ്റെ കറക്റ്റ് സൈസിൽ വെച്ച് കൊടുത്തതിന് ശേഷം പൊസിഷൻസിൽ ബാക്ക്വേർഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫോട്ടോ മുകളിൽ വരുന്നതായിരിക്കും. ആൻഡ് ഇനി നമ്മൾ ഒന്നുകൂടി എലമെൻസിൽ സ്പ്ലാഷ് എഫക്ട്സിൽ ഒരു സ്പ്ലാഷ് എഫക്റ്റും കൂടി സെലക്ട് ചെയ്യുന്ന കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ മുകളിലും താഴെയും വെച്ച് കൊടുക്കാനാണ്. ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള സ്പ്ലാഷ് എഫക്റ്റാണ് സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ചും കൂടി വിഡ്ത്ത് സൈസ് കൂട്ടിയിട്ട് നമ്മൾ താഴോട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അതുതന്നെ മുകളിലോട്ടും വെച്ച് കൊടുക്കാം. പക്ഷേ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടി റീസെൻ്റ്ലി യൂസ് ചെയ്ത ഒരു സ്പ്ലാഷ് എഫക്റ്റ് സെലക്ട് ചെയ്ത് താഴെയും മുകളിലുമായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അപ്പോൾ ഇതാണ് ചോക്ലേറ്റ് കവറിൻ്റെ ലുക്ക്. ഇനി നമ്മൾ ഹാപ്പി ബർത്ത്ഡേയും ബേബിൻ്റെ നെയിമും എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റിൽ ആഡ് സബ് ഹെഡിങ്ങിലാണ് ഹാപ്പി ബർത്ത്ഡേ എഴുതി കൊടുക്കുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഫോണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ആലീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ടാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. ഇനി അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് താഴെ വെച്ച് കൊടുത്തതിന് ശേഷം ബേബിൻ്റെ നെയിം നമുക്ക് എഴുതി കൊടുക്കാം. അസുവ അമ്രിൻ എന്നാണ് ബേബിൻ്റെ നെയിം. ആൻഡ് അതിൻ്റെ ഫോണ്ട് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് ഏതാണോ അത് വെച്ച് കൊടുക്കാം. എനിക്ക് ഇവരുടെ ഇഷ്ടം വെർച്വൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ടാണ്. അപ്പം ഞാനത് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഫോട്ടോ സേവ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഗാലറിയിൽ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ടിൽ ടച്ച് ചെയ്ത് ക്രിയേറ്റ് ഡിസൈനിൽ A3 ഡോക്യുമെൻ്റ് എടുക്കുന്നുണ്ട്. ആൻഡ് അപ്ലോഡ്സിൽ നമ്മൾ ഫോട്ടോ ലൈബ്രറിയിൽ ഇപ്പോൾ സേവ് ചെയ്ത് വെച്ച ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എലമെൻസിൽ ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മളൊരു സ്ക്വയർ ഫ്രെയിം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ സൈസ് കുറച്ചിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു A3 ഷീറ്റിൽ നമുക്ക് 10x10 സെൻറ്റിമീറ്റർ 12 ടൈംസ് ആണ് വെച്ച് കൊടുക്കുക. അപ്പോൾ 4x3 ആയിട്ടാണ് വെച്ച് കൊടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മളൊരു സൈസ് കറക്റ്റ് വെച്ച് കൊടുത്ത 3 റോസും 4 കോളംസും ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അപ്ലോഡ്സിൽ നേരത്തെ സേവ് ചെയ്ത ഫോട്ടോ ഓരോന്നിലും എടുത്ത് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞു പോകും പ്രിൻ്റ് എടുക്കുമ്പോൾ. അങ്ങനെ എല്ലാ ഫോട്ടോസും അതിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഫോട്ടോ സേവ് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ മുകളിലുള്ള എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ഓപ്ഷനിൽ PDF പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ എടുത്തിട്ടാണ് സേവ് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രിൻ്റ് എടുത്ത് വന്നത് ഒരു A3 ലൈസർ പ്രിൻ്റ് സ്റ്റിക്കർ പ്രിൻ്റിലാണ്. അത് നമ്മൾ കട്ട് ചെയ്ത് ഓരോന്നാക്കി എടുക്കുന്നുണ്ട്, ഓരോ ഇമേജസും.
ആൻഡ് നമ്മൾ അതിലേക്ക് കിറ്റ് കാറ്റ് ചോക്ലേറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 10 റുപ്പീസിൻ്റെ. അപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് അതിൻ്റെ സ്റ്റിക്കർ 4 വശവും ബാക്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ പ്രിൻറ്റിലും എല്ലാ ഫോട്ടോസിലും അങ്ങനെ ബാക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ചോക്ലേറ്റിൻ്റെ കവറ് കളഞ്ഞതിന് ശേഷം അതിനകത്തുള്ള ഫോയിൽ പേപ്പറുള്ള ചോക്ലേറ്റ് മാത്രം ബാക്കിൽ വെച്ച് കൊടുക്കുകയാണ്. ഇനി അത് വെച്ച് കൊടുത്ത ശേഷം 2 സൈഡും റൈറ്റും ലെഫ്റ്റും സൈഡ് ഉള്ളിലേക്കാക്കി ബാക്കിലോട്ട് മടക്കി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റാണ് നമ്മൾ 2 മേലെയും താഴെയും ഒട്ടിച്ച് കൊടുക്കുന്നത്. 10 to 10 സെൻറ്റിമീറ്റർ സൈസ് തന്നെ വേണമെന്നില്ല. നിങ്ങൾ ഏത് ചോക്ലേറ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ടുള്ളൊരു സൈസാണ് എടുക്കേണ്ടത്. ആൻഡ് ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി 2 സൈഡും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലുള്ള ഒരു സിക്സാക്ക് സിസർ എടുത്തിട്ട് 2 സൈഡും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതൊരു ചോക്ലേറ്റ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ചോക്ലേറ്റിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. ഇത് നമ്മളൊരു ബൊക്കറ്റ് ആക്കാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.